ഹായ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 36 എപ്പിസോഡ് 37 റിവ്യൂ ആണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു എപ്പിസോഡിന്റെ മുഴുവൻ കാര്യങ്ങളും റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ഫുൾ റിവ്യൂ അല്ല, ഓരോ ദിവസം നടക്കുന്ന ചെറിയ കൊച്ചു കൊച്ചു പ്രധാനപ്പെട്ട സംഭവങ്ങളും ഇനി മുതൽ ഈ ചാനലിൽ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ എഴുതി വെച്ചിരിക്കാണ്ട് ഓരോ പോയിന്റുകൾ നോട്ട് ചെയ്യാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഒരു സോങ് നമ്മൾ രാവിലെ 8 മണിക്ക് പ്ലേ ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരും കൂടെ, ഇന്ന് രേണു സുധിയുടെ ബർത്ത്ഡേ ആണ്, എല്ലാവരും കൂടെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കിച്ചണിൽ നിന്ന് അടി തുടങ്ങുന്നു. സംഭവം വേറൊന്നുമല്ല, പാത്രം കഴുകി വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നത്തെയും പ്രശ്നം. എന്നത്തെയും പ്രശ്നം പോലെ തന്നെ വെസൽ ടീം പാത്രം കഴുകി വെച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ജിസേൽ മസ്താനിയോട് ചോദിക്കുന്നു, മസ്താനി പറയുന്നു ഞങ്ങൾക്ക് അറിയില്ല. അവസാനം ജിസേലും ബിന്നിയും തമ്മിൽ അത് പ്രശ്നമാവുന്നു. ഇവരൊരു ഗ്രൂപ്പായിരുന്നു, ആ ഗ്രൂപ്പിന് ചെറിയൊരു വിള്ളല് ഈ രാവിലത്തെ പ്രശ്നം വരുത്തി വെച്ചിട്ടുണ്ട്. ജിസേൽ അക്ബറിനോട് ഈ കാര്യം പോയി പറയുന്നു, ഇങ്ങനെ ചെയ്തിട്ടില്ല, മിനിഞ്ഞാന്ന് എന്തോ ഐറ്റംസ് വെച്ച ആ പാത്രം വരെ കഴുകിയിട്ടില്ല, അത് അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അക്ബർ വന്നിട്ട് അത് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പാത്രം കഴുകാത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് രാവിലെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ആദിലയും നൂറയും തമ്മിൽ ഒരു ഡിസ്കഷൻ അവിടെ നടക്കുകയാണ്. അതായത് നൂറയ്ക്ക് ഒരു സ്പെഷ്യൽ അധികാരം കിട്ടിയിട്ടുണ്ട്, ഡയറക്റ്റ് ഒരാളെ നോമിനേഷൻ ചെയ്യാനുള്ള അധികാരം. അപ്പോൾ അത് ആരെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം അനീഷ്, ആദില എല്ലാവരും കൂടെ ഒരു സംസാരം. അതായത് ഇവരെല്ലാവരും കൂടെ അനീഷിന് ഒരു പുതിയ പേരിട്ടുണ്ട്, സുബ്രൂട്ടൻ എന്നുള്ളത്. അപ്പോൾ അനീഷ് പറയണ എനിക്ക് അത് ഇഷ്ടമല്ല, എന്നെ അങ്ങനെ വിളിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ കഴുതേന്ന് വിളിച്ചതും മരക്കഴുതെന്ന് വിളിച്ചതൊക്കെ അവരുടെ ഇഷ്ടം നോക്കിയിട്ടാണോ ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് ആദ്യം കുറച്ച് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, ഞാനത് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അനീഷും എല്ലാം അവിടുന്ന് സ്കൂട്ടായി പോവാണ് കേട്ടോ. പിന്നെ കപ്പ് കഴുകി വെക്കാത്തതിന്റെ പ്രശ്നവും ചായ ഉണ്ടാക്കിയത് ഫേവർ ആയിട്ടുള്ള ആളുകൾക്ക് ജിസേൽ കൊടുത്തു എന്നും പറഞ്ഞ് ബിന്നി അവിടെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അതായത് രാവിലെ ചായ വെക്കാനായിട്ട് നോക്കിയപ്പോൾ ചെറിയ ഒരു പാത്രം, അതായത് ചെറിയ ചായപാത്രം മാത്രമേ വെസൽ ടീം കഴുകി വെച്ചിട്ടുള്ളൂ, അതായത് ബിന്നിയുടെ ടീം കഴുകി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ 10 പേർക്ക് കൊടുക്കാൻ പറ്റുന്ന ചായ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ചായ ഉണ്ടാക്കി 10 പേർ, അവർ ആരാണോ ആദ്യം വന്നത് ആ 10 പേർക്ക് ജിസേൽ കൊടുക്കുന്നു. പക്ഷേ ബിന്നി പറയുന്നത് ജിസേലിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് ചായ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലൊരു വഴക്കുണ്ടാവുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വലിയ പാത്രം കൊടുത്തിരുന്നെങ്കിൽ അത് കൂടുതൽ ആളുകൾ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇവർ ചോദിക്കും നിങ്ങൾ ചോദിക്കണം എന്നാലേ ഞങ്ങൾ കഴുകി തരുമെന്ന് പറയുന്നു. പക്ഷേ ഇതിൽ ഞാൻ ന്യായം കാണുന്നത് ജിസേലിന്റെ ഭാഗത്താണ്. കാരണം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ അഴുക്കായ പാത്രം വെസൽ ടീമിന്റെ ഉത്തരവാദിത്തമാണ് കഴുകി വെക്കുക എന്നുള്ളത്. കിച്ചൺ ടീം ചോദിച്ചിട്ടൊന്നല്ല അത് കഴുകി വെക്കേണ്ടത്. അവിടെ അഴുക്കായ പാത്രം കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴുകി വെക്കുക എന്നുള്ളത് ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിന്നി ഡോക്ടറും കൂടെയാണ്, അപ്പോൾ സാമാന്യ ബോധം കുറച്ച് കൂടുതലുണ്ടാവുമെന്നാണോ പൊതുവെയുള്ള ധാരണ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ അവിടെ കഴിയുന്നു. പിന്നെ വീണ്ടും നമ്മുടെ അനീഷ് സുബ്രൂട്ടൻ എന്നുള്ള പേരിന്റെ ഒരു തർക്കം തുടങ്ങുകയാണ്. അതായത് ഡൈനിങ് ടേബിളിൽ ആദില, നൂറ, ഷാനവാസ് അങ്ങനെ എല്ലാവരും ആ പരിസരത്തുണ്ട്. അപ്പോൾ നമ്മുടെ സാബുമാൻ ജിമ്മനാണല്ലോ പുള്ളി, നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവിന്റെ പാക്കറ്റ് 2 കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കൈയിന് ആക്ഷൻ കാണിച്ചുകൊണ്ട് വരുമ്പോൾ ആദില പറയുന്നു അതവിടെ മാറ്റി വയ്ക്കുക, എന്നിട്ട് നമ്മുടെ സുബ്രൂട്ടിനെ എടുത്ത് പൊക്കിക്കോ എന്ന് പറയുന്നു. അത് നമ്മുടെ അനീഷ് കേൾക്കുന്നു. അനീഷ് അതിന്റെ പേരിൽ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു. നമുക്കറിയാം അനീഷ് എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായിട്ട് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ആഴ്ചകളിലൊക്കെ അതൊരു രസമായിരുന്നു, പക്ഷെ പിന്നീട് അതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങി. എനിക്ക് പേഴ്സണലി കേട്ടോ, നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. അനീഷ് ഗെയിം മാറ്റി പിടിക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഷാനവാസിൻ്റെതായിട്ടുള്ള ചില കളികൾ, അക്ബറിൻ്റെതായിട്ടുള്ള കളികൾ. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എൻ്റെ കൺസെൻറ്റോട് കൂടി അല്ല അത് വിളിക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറയുമ്പോൾ ഇവർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആദിലയും നൂറയും സുബ്രൂട്ടോ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ ഇങ്ങനെ പിരികേറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വരുന്നത് നോമിനേഷനാണ് കേട്ടോ. നോമിനേഷനിൽ നൂറയ്ക്ക് നോമിനേഷൻ മുക്തിയുണ്ട്. നൂറെ ആരും നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ക്യാപ്റ്റന് നോമിനേഷൻ മുക്തിയില്ല. നൂറെ ഒഴികെ ബാക്കി എല്ലാവരെയും നോമിനേഷൻ ചെയ്യാൻ വീട്ടുകാർക്ക് അധികാരമുണ്ട്. അനീഷിന് ഒരു പണിപ്പുര ടാസ്കുമായി ബന്ധപ്പെട്ട് ഒരു പണിഷ്മെന്റ് കിട്ടിയത് കാരണം അനീഷിന് ആരെയും നോമിനേഷൻ ചെയ്യാനും പറ്റില്ല. അങ്ങനെ നോമിനേഷൻ ലിസ്റ്റിൽ വന്ന ആളുകൾ ഒരാളും കൂടെ നോമിനേഷൻ മുക്തിയുണ്ട് കേട്ടോ. അതായത് ജിഷിൻ നമ്മുടെ തുടർക്കഥ വിജയിച്ചത് കാരണം ജിഷിനെയും ആർക്കും നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നൂറയും ജിഷിനെയും ആർക്കും നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് തുടർക്കഥ ടാസ്കിൽ പരാജയപ്പെട്ട 4 പേര് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ജിഷിന് ഒഴികെ ബാക്കി 4 പേര്, അതായത് ലക്ഷ്മി, പ്രവീൺ, മസ്താനി, സാബുമാൻ, ഇവർ 4 പേരും ഡയറക്റ്റ് നോമിനേഷനിൽ പോകുന്നുണ്ട്. പിന്നെ നൂറയുടെ പ്രത്യേക അധികാരം വെച്ച് ഒരാളെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ്. അത് ആര്യനെയാണ് നൂറ നോമിനേഷൻ ചെയ്തത്. ബാക്കിയുള്ള ആളുകൾ
അക്ബർ, നെവിൻ, അനീഷ് 2 വോട്ടുകൾ വീതമാണ്. അതേപോലെ അഭിലാഷ്, അനുമോൾ, റന അവർക്ക് 4 വോട്ടുകൾ വീതം. ബിന്നിക്ക് 5 വോട്ട്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നോമിനേഷനിൽ കിട്ടിയത് ആദിലക്കാണ്. 7 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ആര്യൻ നമ്മുടെ ലക്ഷ്മിയുടെ ഡ്രസ്സ് മുകളിലേക്ക് എറിഞ്ഞത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആര്യൻ അത് എടുത്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കൊടയൊക്കെ വെച്ചിട്ട് അത് ആര്യൻ ആ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന സീനാണ് അടുത്തത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ജ്വല്ലറി ഡയമണ്ട്, റീഗൽ ജ്വല്ലറി ഡയമണ്ട് നെക്ലസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോയിൻ കളക്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോയിൻ ഇട്ട് വയ്ക്കാനുള്ള ബോക്സ് വന്നത് വിജയികളായിട്ടുള്ള ആളുകൾ പോയിട്ട് എടുക്കുന്നു. പിന്നെ അതിന് നൂറേം കൂടെ സംസാരിക്കേണ്ടത്, അതായത് ഫാമിലി വീക്കിൽ എല്ലാവരുടെയും വീട്ടുകാർ വരും, നമ്മുടെ വീട്ടുകാർ മാത്രം വരില്ല എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നു ആളുകൾ, പ്രത്യേകിച്ച് റന ഫാത്തിമയൊക്കെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് അവരുടേതായിട്ടുള്ള സങ്കടങ്ങൾ പങ്കുവെക്കുകയാണ്. അവരുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിലേക്ക് വന്നത് തന്നെ അവരുടെ ഡ്രീമായിട്ട് ആണ്. അതായത് വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഫാമിലി വീക്കിൽ വരണം എന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതെന്നാണ് അവർ രണ്ടുപേരും കൂടെ പറയുന്നത് കേട്ടോ. അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ക്യാപ്റ്റൻസി ടാസ്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. 4 റോയിൽ ബോളുകൾ ഒരേ കളറിൽ കൃത്യമായിട്ട് വെക്കുക എന്നുള്ളായിരുന്നു. മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുക. അത് ഏറ്റവും മുകളിലത്തെ ബോളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് 4 റോയിൽ ഓരോ കളറിലുള്ള ബോളുകൾ വെക്കുക എന്നുള്ളതാണ്. അതിൽ ഒനിയില്, ജിസേല്, അഭിലാഷാണ് മത്സരിച്ചത്. അഭിലാഷ് വിജയിച്ച് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് കേട്ടോ ഈ വരുന്ന ആഴ്ചയിലെ. അടുത്ത ടീം സെലക്ഷന് ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റില്ല, അവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അഭിലാഷ് അത് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. അങ്ങനെ ടീം സെലക്ഷൻ കഴിഞ്ഞു. അടുത്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മസ്താനിയും നെവിനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. നെവിൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അവിടെ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അത് പലരും ചോദിക്കുന്നു, ഞാൻ എന്തിനത് റിവീൽ ചെയ്യണമെന്ന് മസ്താനോട് ചോദിക്കുന്നു. മസ്താനി പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു സംഭാഷണം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നൂറ കണ്ണാടിയിൽ നോക്കിയിരുന്ന് സംസാരിക്കുകയാണ്. അതായത് ആദിലയുടെ അനിയത്തിമാരുടെ പേര് പറയുന്നു, നൂറയുടെ അനിയത്തിമാരുടെ പേര് പറയുന്നു, അവരെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അത് നമ്മുടെ ആദില ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആദിലെ കാണുന്നു, ആദില നൂറുടെ അടുത്തേക്ക് വരുന്നു. പിന്നെ അവരുടേതായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ, അതായത് നീ എന്നെ ഒന്ന് പ്രൊപ്പോസ് ചെയ്യണം, എന്നിട്ട് നമുക്ക് കാടിനകത്ത് പോയിട്ട് നമുക്ക് രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കണം എന്നുള്ള രീതി അവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് റൊമാൻസ് അവിടെ അത് അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഒരു ന്യൂ കോംബോ അവിടെ രൂപപ്പെട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ അനുമോളും അതേപോലെ തന്നെ പ്രവീൺ തമ്മിൽ. അപ്പോൾ പ്രവീണിന്റെ കൈ നോക്കിയിട്ട് ഭാവി പ്രവചിക്കുന്നതായിട്ടാണ് അനുമോൾ ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ടീം, ഒരു കോംബോ അവിടെ രൂപപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തത് അനീഷിന്റെ ഒരു വിഷയം. രാത്രി അനീഷ് കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് അനീഷിന്റെ ബെഡിന്റെ മുകളിൽ അനീഷിന്റെ പേര് എഴുതിയ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് ആരോ കീറി കളഞ്ഞിട്ടുണ്ട്. അതാരാണ് എന്നുള്ള ഒരു പ്രശ്നം ഞാൻ രാവിലെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും ആ പേര് നോക്കിയിട്ടാണ് എണീക്കുന്നത്. ആ പേര് കണ്ടാലേ എനിക്ക് സമാധാനം വരും. എന്തിനാണ് അത് കീറി കളഞ്ഞത്? പിന്നെ അനീഷിൻ്റെതായ രീതിയിലുള്ള കുറേ സംസാരം അവിടെ ഉണ്ടാകുന്ന അവസാനം ഒരു നെയിൽ പോളിഷ് വെച്ച് അനീഷ് അവിടെ തൻ്റെ പേര് അനീഷ് എന്നുള്ള പേരെഴുതി ബെഡിൻ്റെ അവിടെ എഴുതിയിട്ട് കിടക്കുന്നു. പക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ കളിയാക്കുന്നുണ്ട്. അക്ബർ കൂടെ നിന്ന് കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അനീഷ് അവൻ ശ്രദ്ധിക്കാതെ അവിടെ പേര് എഴുതിയിട്ട് പോയി കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നാളെ മുതൽ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെയും വീഡിയോസ് അതാത് സമയങ്ങളിൽ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് രാത്രി ഇതേപോലെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.